എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഉഗ്രം പടമാണ്. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ജയറാമേട്ട ശക്തമായ തിരിച്ചറിവാണ്. മമ്മൂക്ക സെക്കൻഡ് ഹാഫ് നോക്കുന്നുണ്ട്, ഇത്രയും ഡൗൺ അയച്ചില്ല. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, ഡയറക്ഷൻ ഉഗ്രനാണ്, നിൽക്കുന്ന താമസിച്ചില്ല, ലാഗും സംഭവമില്ല, എല്ലാം കൊണ്ട് സൂപ്പർ മൂവിയാണ്. ജയറാമേട്ട ശക്തമായ തിരിച്ചറിവ് എല്ലാം തന്നെ ചെയ്യുന്നു. വില്ലനാണെന്ന് പറയുന്നില്ല, ട്വിസ്റ്റല്ല. ലേഡീസനായാലും അനുമീനോ ചേട്ടനായാലും ഐശ്വര്യ സൽമാനായാലും നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് ഉഗ്രം മൂവിയാണ്. ഇത് നേരിട്ട് റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയാണ്. വലിയൊരു തിരിച്ചറിവായിരിക്കും ജയറാമേട്ടൻ. പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ജയറാമേട്ടനൊക്കെ അഭിനയത്തിൽ എങ്ങനെ വ്യത്യസ്തമാണ്? ഇതിൽ സ്ക്രിപ്റ്റാണ് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ മമ്മൂക്കി എത്തനാൽ ഇതന്നെ ഡൗൺ അയച്ചില്ല. നമുക്ക് ത്രൂ ഔട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. ലാലേട്ട വന്നിട്ടാണ് നന്നായി ചെയ്തിട്ടുണ്ട്. നേരിലൂടെ ലാലേട്ടൻ തിരിച്ചു വന്നു, ഹോസ്റ്റലിലൂടെ ജയറാമേട്ടൻ തിരിച്ചു വന്നു. വിധുമാനയുടെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഉഗ്രനാണ്. ഫസ്റ്റ് ഹാഫിൽ കണ്ട 5-ാം പാദമായിരിക്കും. സെക്കൻഡ് ഹാഫ് മമ്മൂക്ക യാതൊരു ബന്ധമില്ല. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്നാൽ നന്നായി ചെയ്തതാണ്. എന്തായാലും ഭയങ്കര ഹിറ്റാണ്. അടിപൊളി. മമ്മൂക്കയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയുടെ എൻട്രി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത്രയും ഭയങ്കര നല്ലൊരു മാസ് എൻട്രിയാണ്. നല്ല ജയറാമേട്ടൻ്റെ തിരിച്ചറിവായിട്ട് കാണാൻ മമ്മൂക്ക പറയുന്നുണ്ട് ആസ് ഓൾവേസ്. ഇതൊരു വേറൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ബട്ട് ആ ഒരു റേഷ്യോ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പണം കണ്ടോ? പിന്നെ പൊളിയല്ലേ. ഇനി അങ്ങോട്ട് എത്താനിരിക്കുന്നല്ലേ ഉള്ളൂ. വീക്കെൻഡ് റിവ്യൂസിനും കൂടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് ഐ തിങ്ക് എങ്ങനെയുണ്ട് മൂവി? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡാണ് ടീമിൻ്റെ കൂടെ പണം കാണാൻ പറ്റിയതിൽ. സോ തിയേറ്ററിൽ പോയിരുന്നു തന്നെ കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മാസും എല്ലാം ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. സോ ഹോസ്റ്റലിലെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഏത് ഹോസ്റ്റലറോ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രേക്ഷകരുടെ അഭിപ്രായം പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ടീമിൻ്റെ കൂടെയാണ് ഇപ്പോൾ സിനിമ കണ്ടല്ല, ടീമിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാ സീനിലും ഭയങ്കര ഓരോ കയ്യടിയും ഭയങ്കര ആർപ്പുള്ളിയും ബഹളമായിരുന്നു. സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. സോ അപ്പം സിനിമ കാണാൻ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. നമുക്ക് മാസും ഇമോഷണലിയും എല്ലാം നമ്മളെ കണക്ട് ചെയ്യിക്കുന്ന അത്രയും അങ്ങനെയുള്ളൊരു സിനിമയാണ്. സോ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. എനിക്കിതിന് ഒരു ചെറിയ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹോസ്റ്റലിൽ ചെറിയ ഭാഗമാകാൻ പറ്റുന്നു. ഇത്തിരി വലിയ സിനിമയുടെ ഒരു കുഞ്ഞു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരും കാണുക, സിനിമ കാണുക. അപ്പോൾ ഞാനെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പടം കാണുക, നിങ്ങൾ തന്നെ കണ്ടറിയാം. ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. ഈ ഒരു സിനിമയിൽ ഞാനൊന്നും തന്നെ സ്പോയിൽ ചെയ്യുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണും. അനശ്വര നേടിയത്. അപ്പോൾ അനശ്വരയുടെ ഒരു അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്തേക്ക് വരുമ്പോൾ? അതെ എന്ന് പറഞ്ഞാൽ അനശ്വര ഇപ്പോൾ എല്ലാ ഇതിലും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കണം. അത് തന്നെ ഇതിലും തുടർന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അനശ്വര എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ചെറുപ്പത്തിലുള്ള ഒരു മറ്റേ ഇതിൻ്റെ ലൈനും അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്തായാലും റോളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ എടുത്തു പറയുന്നത് ഞാൻ എടുത്തു പറയുന്നത് മമ്മൂക്കേനെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് മൊത്തം മമ്മൂക്ക കൊണ്ടേക്കെ പടം. സെക്കൻഡ് ഹാഫിൽ എൻട്രി തുടങ്ങി. അതായത് മമ്മൂക്കയുടെ ഫസ്റ്റ് സ്ക്രീൻ പ്രസൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം കിട്ടും. ആ ഒരു സാധനം തിയേറ്ററിൽ നിന്ന് എന്തായാലും കിട്ടും. പിന്നെ എടുത്തു പറയുന്നതാണ് ഇതിന് ബി ജി എം നല്ല മെനക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും പടം നല്ല തിയേറ്റർ വാച്ചബിളാണ്. ഒരിക്കലും മിസ്സാകാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം. ഒരു മമ്മൂട്ടിയുടെ കൂടി പടം കൂടെയാണ്. അതെ, അതല്ല അങ്ങനെ പറയുമ്പോഴേ ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അപ്പം ഞാൻ മമ്മൂക്കയുടെ പടമായിട്ട് ഞാനത് ഇപ്പം കാണുന്നത്. കാരണം ഇതുവരെ കരുത് ജയറാമിൻ്റെ ഹോസ്റ്റലറായിട്ട് ഞാൻ കണ്ടത്. പക്ഷേ ഇനി തുടങ്ങി ഞാൻ മമ്മൂക്കയുടെ ഹോസ്റ്റലറെന്ന് പറയും. എന്തായാലും കൊള്ളാം. ഗംഭീര സിനിമയായിരുന്നു. ജയറാമേട്ടൻ ഔട്ടായി തിരിച്ചു വരുവാണ് ജയറാമേട്ടൻ. എല്ലാവരും പോയി കാണുക. കണ്ട് എക്സ്പീരിയൻസ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന